അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ പോക്സോ ആണെങ്കിൽ മജിസ്ട്രേറ്റ് ജാമ്യം തരില്ല. മിനിമം 14 to 120 days വരെ, ചിലപ്പോൾ അതിൽ പോലും ജാമ്യം കിട്ടാത്ത ആൾക്കാരുണ്ട്. നഷ്ടപ്പെട്ടു ലൈഫ് ജയിലിൽ കിടന്ന് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഇത്തരം നിയമങ്ങളെ മിസ്യൂസ് ചെയ്യും, വളച്ചൊടിച്ചിട്ട് ആൾക്കാരെ അതിലേക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ വർഷം 4008 വ്യാജ പോക്സോ കേസുകൾ ഉണ്ടായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊമോഷൻ വീഡിയോസിലും ആക്ട്രസും അല്ലെങ്കിൽ മോഡൽസൊക്കെ വരാറുണ്ട്. അല്ലാതെയുള്ള റീൽസുകൾ എന്നെ പല മോഡൽസും റീൽസിന് വിളിക്കാറുണ്ട്. ഹണി ട്രാപ്പ് കേസിനെക്കാളും വൈറലായത് പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലേ. പുള്ളിക്കാരി നല്ല ചിരിച്ച് സന്തോഷം പ്രസന്നവദനയായി. കാരണം എനിക്ക് കുറച്ച് പൈസ കൊടുത്താൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ചെറിയ പൈസ കൊടുത്താൽ 25,000 രൂപ മാത്രമേ എൻ്റെ ചോദിച്ചുള്ളൂ. അത് വലിയ എമൗണ്ട് ആയിട്ട് തോന്നില്ല. നമ്മളൊന്ന് തിരുവനന്തപുരം ഗ്രാൻഡ് ഹയാത്തിൽ പോയി ഒന്ന് വെള്ളം ഒഴിച്ച് ഭക്ഷണം കഴിച്ചാൽ ആവും 25,000 രൂപ. നല്ലൊരു വക്കീൽ, നിങ്ങൾ വക്കീലിനെ വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മിഷൻ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുകേഷിനായിട്ട് ഒരുപാട് വിശേഷങ്ങൾ ചർച്ച ചെയ്തു. എന്നാലും മുകേഷൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു സമൂഹത്തിൽ വ്യാജ കേസുകൾ ഭയങ്കര കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ തന്നെ ശ്രീലേഖയ്ക്കെതിരെ ഒരു ഇഷ്യൂ ഉണ്ട്, അതുപോലെ രാഹുൽ. അപ്പോൾ എല്ലാവർക്കും ഒരു വ്യാജ കേസ് ഉണ്ടാക്കി ഒരു ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളതൊരു പുതിയ ട്രെൻഡിങ് ആയി മാറണം. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക? അല്ല, അതിൽ പ്രധാനമായിട്ടും ഇപ്പം ഞാൻ ഒരു കാര്യം കോട്ട് ചെയ്ത് തന്നെ പറയണം. ഇപ്പോൾ ശ്രീലേഖ ഇപ്പോൾ അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റാണ്. അപ്പം അവർക്കെതിരെ ഇത്തരത്തിലുള്ളൊരു വ്യാജ പോക്സോ കേസ് വരുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ പോക്സോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ കുട്ടികളുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ക്രൈമാണ്, അതെന്താണെന്ന് കേൾക്കില്ല. പോക്സോ എന്ന് മാത്രമേ ഒരു ഔട്ട്ലൈൻ വരുള്ളൂ. ഒരു കുട്ടിയെ നമ്മൾ നോക്കിയത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് പോക്സോ കേസ് കൊടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള. ആ കുട്ടി കൊടുത്തില്ലെങ്കിലും അതിൻ്റെ പാരൻസിന് കൊടുക്കാം. പാരൻസ് കൊടുത്താലും കേസാണ്. അപ്പം അത്തരത്തിലുള്ള ഇതുപോലുള്ള നിയമങ്ങൾ, മിസ്യൂസ് ഓഫ് ഇതുപോലുള്ള സെൻസിറ്റീവ് ലോസ് എന്ന് പറയും. അപ്പോൾ ഞാനിതിനെ കുറിച്ചിട്ട് ഒരു ഇൻ്റർനാഷണൽ പേപ്പർ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കൊളംബോയിൽ പോയിട്ടിട്ട് എനിക്ക് ബെസ്റ്റ് പേപ്പറിൻ്റെ ഇത് റെക്കഗ്നേഷൻ കിട്ടിയതാണ്. കാരണം ഇത്തരം നിയമങ്ങളെ മിസ്യൂസ് ചെയ്യും, വളച്ചൊടിച്ചിട്ട് ആൾക്കാരെ അതിലേക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കഴിഞ്ഞ വർഷം 4008 വ്യാജ പോക്സോ കേസുകൾ ഉണ്ടായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ കണ്ടുപിടിച്ചാണ്. ഏകദേശം 5000 സംതിങ് കേസ് വന്നതിൽ 4000 സംതിങ് വ്യാജ പോക്സോ കേസുകളാണ്. അപ്പം അത്തരം കേസുകൾ കൊണ്ടുവരുന്നത് ഇപ്പോൾ വ്യക്തി വൈരാഗ്യത്തിൻ്റെയും സാമ്പത്തിക നേട്ടത്തിൻ്റെയും പിന്നെ റീച്ചിന്, സോഷ്യൽ മീഡിയയിലുള്ള ഈ 3 കാരണങ്ങളാണ് പ്രധാനമായി വരുന്നത്. ഇത്തരം കേസുകൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഈ കേസ് വരുമ്പോൾ പതറാതിരിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇങ്ങനൊരു കേസ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും എനിക്ക് കേസായി, ഞാനിപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യണോ, അത് നിങ്ങൾക്ക് വ്യാജമാണെന്ന് നിങ്ങൾക്ക് വരുന്ന കേസ് നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് ആദ്യം തന്നെ ഫൈറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അത് മുന്നോട്ട് വയ്ക്കുക. അതിനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ടുപിടിക്കുക, നല്ല ബെസ്റ്റായിട്ടുള്ള. കാരണം കൃത്യമായ നിയമോപദേശം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒക്കെ നിങ്ങളെ ഒരു സാറ് കേസുണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിക്കുമ്പോൾ അത് എന്ത് കേസാണെന്നും അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചാടാവും. അല്ലെങ്കിൽ ഒരു നോട്ടീസ് പോലും തരാതെ അവർ അറസ്റ്റ് ചെയ്ത് കളയും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കുമ്പോൾ പോക്സോ ആണെങ്കിൽ മജിസ്ട്രേറ്റ് ജാമ്യം തരില്ല. മിനിമം 14 to 120 days വരെ, ചിലപ്പോൾ അതിൽ പോലും ജാമ്യം കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം ബെറ്ററായിട്ട് അത്തരത്തിലുള്ള വ്യാജ കേസുകൾ വരുമ്പോൾ നിങ്ങൾ നല്ലൊരു വക്കീൽ, നിങ്ങൾ വക്കീലിനെ വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ മിഷൻ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, പേഴ്സണലി വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളെല്ലാം സപ്പോർട്ട്. ഇന്നും ഞാൻ ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് ഒരു വ്യാജ പോക്സോ കേസിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് വന്നതാണ്. അതിൽ ഒരു തലനാഴ് ഇഴയ്ക്ക് മാത്രം രക്ഷപ്പെട്ട ആളാണ്. അല്ലെങ്കിൽ നിങ്ങളതൊക്കെ ഇന്ന് അത് വലിയ ന്യൂസിൽ അത് കണ്ടാൽ. എന്തായാലും അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം എങ്ങനെ അയാളെ കേസിൽ കുടുക്കി, എങ്ങനെ അയാളെ രക്ഷപ്പെടുത്തി എന്നുള്ളത് വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്തിൽ. പ്രത്യേകിച്ച് പോക്സോ അല്ലെങ്കിൽ റേപ്പ് അറ്റംപ്റ്റ്, പിന്നെ അബ്യൂസിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ, അങ്ങനെ പല വകുപ്പുകളിൽ കേസ് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രത്യേകം. കാരണം ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിൽ നമ്മളുടെ പ്രതിച്ഛായയെ ഒരു കളങ്കപ്പെടുത്താൻ വളരെ എളുപ്പമുള്ള കേസുകളാണിത്. അപ്പോൾ അതുകൊണ്ട് അത്തരം കേസുകൾ വരുമ്പം പതറാതിരിക്കുക, എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ടിരിക്കുക. കാരണം നമ്മളിത് കൃത്യമായി നമ്മൾ ലീഗലി ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ അതങ്ങനെ പ്രൂവ് ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ ലൈഫിൽ അങ്ങനെ എനിക്ക് ഒരു ഫേക്ക് അലിഗേഷൻ വന്നപ്പോൾ എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഞാനത്
പ്രൂവ് ചെയ്ത ആളാണ്. കാരണം എനിക്ക് കുറച്ച് പൈസ കൊടുത്താൽ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. ചെറിയ പൈസ കൊടുത്താൽ 25,000 രൂപ മാത്രമേ എൻ്റെ ചോദിച്ചുള്ളൂ. ഒരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നില്ല. നമ്മളൊന്ന് തിരുവനന്തപുരം ഗ്രാൻഡ് ഹയാത്തിൽ പോയി ഒന്ന് വെള്ളം ഒഴിച്ച് ഭക്ഷണം കഴിച്ചാൽ ആവും 25,000 രൂപ. ആ പൈസ ചോദിച്ചുള്ളൂ. പക്ഷേ എൻ്റെ വാശിയായിരുന്നു, അത് കൊടുക്കില്ല എന്ന്. ഞാനത് ഫൈറ്റ് ചെയ്ത് ഞാനത് ജയിച്ച ഒരാളാണ്. അപ്പം ഒരിക്കലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ പൈസ ചോദിക്കുകയാണെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിലും അതിനൊന്നും വഴങ്ങി കൊടുക്കരുത്. ഫൈറ്റ് ചെയ്യണം. ഉറപ്പായിട്ടും നമ്മുടെ നിയമം അല്ലെങ്കിൽ നീതിപീഠത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും എന്നാണ് പറയുന്നത്, രക്ഷപ്പെടുമെന്നല്ല പറയുന്നത്, രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയെ ഒരിക്കലും ശിക്ഷിക്കാനായിട്ട് ഒരു നീതിപീഠം കൂട്ടു നിൽക്കില്ല എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ഉണ്ടായിട്ട് കൂടിയും കഴിഞ്ഞ വർഷം കുറേ പോക്സോ കേസുകളിൽ കുറേ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കൂളിലെ പിയൂണിനെ അവിടുത്തെ പെൺകുട്ടി പോക്സോ കേസിൽ കുടുക്കി അയാൾ 9 വർഷം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ആ പെൺകുട്ടി തുറന്നു പറയുന്നത് കാമുകനുമായിട്ടുള്ളൊരു ഇഷ്യൂവിൻ്റെ പേരിലാണ്. അത് തന്നെ അതുപോലെ ഒരുപാട് ഒരു അധ്യാപകന് ഇൻറ്റേർണൽ മാർക്സ് കൊടുക്കാത്തതുകൊണ്ട് 3 പെൺകുട്ടികൾ അയാൾക്കെതിരെ പോക്സോ കൊടുത്തു. ഇൻറ്റേർണൽ മാർക്സ് അയാൾ കുറച്ച് കൊടുത്തതിൻ്റെ പേരിൽ അത് പിന്നീട് അവർ സത്യം തുറന്നു പറയുന്നു. അങ്ങനെ ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. ഒരു 2-3 എക്സാമ്പിൾ മാത്രമേ ഞാൻ പറയാനുള്ളൂ. പക്ഷേ വർഷങ്ങളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് ശേഷം കുട്ടികൾ വന്ന് അയാൾ നിരപരാധി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അവരുടെ സോഷ്യൽ ഫേസ്, അവരുടെ ഫാമിലി ഫേസ് എല്ലാം നഷ്ടപ്പെട്ടു. ലൈഫ് ജയിലിൽ കിടന്ന് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. രാഹുൽ ഈശ്വർ പറഞ്ഞത് ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് സമയം പോകാൻ പാടുള്ള സ്ഥലം ജയിലെന്നാണ്. അപ്പോൾ അത്രയും അവരുടെ ജീവിതത്തെ അവർ ഒരു തെറ്റും ചെയ്യാതെ അവരവിടെ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരും അത്തരത്തിലുള്ള കേസ് വന്നാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്ട്. നമ്മളൊക്കെ ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുക. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്ര അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇനി മറ്റൊരു മുകേഷ് നായരൊന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു വാശി നമ്മളിലുണ്ട്. അതിനുള്ളൊരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ എന്തായാലും കോണ്ടാക്ട്, നിങ്ങളോടൊപ്പം ഒക്കെ നമ്മളുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വോളണ്ടറി ആയിട്ട് തന്നെ ഇപ്പം നമ്മളെല്ലാം നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ്. നമ്മൾ അഡ്വക്കേറ്റ്സിനെ കൊടുക്കുന്നുണ്ട്, നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈസ ഇല്ലാത്തവർക്ക് നമ്മൾ തന്നെ നിയമസഹായം കൊടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവും നിങ്ങളോടൊപ്പം. ചേട്ടാ, ഇങ്ങനൊരു കേസ് വന്നപ്പോൾ ചേട്ടൻ ലോ പരമായിട്ട് മുന്നോട്ട് പോയി അതിൽ നീതി കിട്ടിയ ഒരാളാണ്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ കേസ് തെളിയുന്നതിന് മുമ്പ് ചേട്ടൻ കുറ്റക്കാരനാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സ്ത്രീകളുമായിട്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനോടുള്ളൊരു സ്ത്രീകളുമായിട്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു നെഗറ്റീവും പോസിറ്റീവും എന്തായിരിക്കും രണ്ടായിട്ട് പറയുകയാണെങ്കിൽ? എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. എൻ്റെ വീട്ടിൽ 3 സ്ത്രീകളാണ്. ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് എൻ്റെ വൈഫ്, എൻ്റെ മോള്. അപ്പം ഞാൻ മാത്രമേ എൻ്റെ ആളുകൾ. അപ്പം നമ്മൾ എനിക്കങ്ങനെ ഒരു ഇപ്പം എൻ്റെ വീട്ടിൽ പോലും ഞാൻ അത്ര വീഡിയോകൾ ചെയ്യുന്നതിനോട് വിയോജിപ്പില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ പ്രൊഫഷനാണ്. നമ്മളതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ സ്ത്രീകൾ എൻ്റെ പ്രൊമോഷൻ വീഡിയോസിലും ആക്ട്രസും അല്ലെങ്കിൽ മോഡൽസൊക്കെ വരാറുണ്ട്. അല്ലാതെയുള്ള റീൽസുകൾ എന്നെ പല മോഡൽസും റീൽസിന് വിളിക്കാറുണ്ട്. കാരണം മേ ബി ചില റീൽസിന് അവർക്ക് ഞാൻ ആപ്റ്റായി തോന്നുന്നുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ടും. ഞാനിട്ട് എത്രയോ വർഷമായിട്ട് 5-6 വർഷമായിട്ടൊക്കെ റീൽസ് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് ആ കംഫർട്ട് സോൺ ഉള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഒരു റീൽസ് ചെയ്യുന്ന ഒരാളാകുമ്പം ഇങ്ങനെ ഒരു അക്യൂസേഷൻ വരുത്താനുള്ള എളുപ്പമാണ്. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ അക്യൂസേഷൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കേസിൽ വളരെ രസകരമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ 20 പേരുള്ള ഷൂട്ടാണ്. അതിൽ ഈ ബാക്കി 19 പേരും കണ്ടിട്ടില്ല എന്തെങ്കിലും ഒരു ഇത് നടക്കുന്നതായിട്ടോ അങ്ങനെ. അപ്പം അത് വളരെ ഓപ്പൺ ആയിട്ടുള്ള ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ ഫ്ലോറിൽ വെച്ചിട്ട് ഞാൻ താങ്കളെ അബ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. പക്ഷേ പ്രൂവ് ചെയ്യാൻ പാടാണ്. ബാക്കിയുള്ളവരെല്ലാവരും പറയണം, ബാക്കി എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാവണം. അതെ, പക്ഷെ പറഞ്ഞാൽ ഇറ്റ്സ് എ ക്രൈം ആൻഡ് കേസ്. അത് ഉറപ്പായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടും, അന്വേഷിക്കപ്പെടും. അതിന് മുമ്പ് വാർത്ത വരികയും ചെയ്യും. ആ ഒരു ഫേസാണ് ഇത്. ഇരയുടെ പോലെ തന്നെ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്നവൻ്റെ പേരും അവൻ്റെ ഐഡൻറ്റിറ്റിയും അവൻ കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്ത് വിടാവൂ എന്നുള്ളൊരു വരണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഭയത്തെയാണ് ഇവർ വിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പബ്ലിക് ഫേസ് ഇല്ലാതാവും. ഇതിനെ കാണിച്ചിടാ, നിനക്ക് കേസ് ഞാൻ കൊടുക്കാടാ എന്ന് പറയുമ്പോഴത്തേക്ക് പലരും പേടിച്ച് അവർ ആ ഭീഷണിക്ക് വഴങ്ങും, പൈസ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ കൊടുക്കാതിരിക്കുക. നമ്മൾ അങ്ങനെയൊന്നും ആരും ഭീഷണിപ്പെടുത്തി അതിന് വഴങ്ങും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ആളെ വിളിച്ച് അറിഞ്ഞല്ലോ, ഹണി ട്രാപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തിരിച്ച് തെളിയിക്കാൻ പറ്റും. നിങ്ങൾ
ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഹണി ട്രാപ്പ് കേസിനെക്കാളും വൈറലായത് പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലേ. അവരുടെ വീഡിയോ പുള്ളിക്കാരി നല്ല ചിരിച്ച് സന്തോഷ പ്രസന്നവദനയായി ഓജസ്സും തേജസ്സും ഉള്ള ഗംഗയെ പോലെ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ചേട്ടാ അതുപോലെ തന്നെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് ഷുഗർ ഡാഡി എന്നാണ് സെക്കൻഡ് അക്കൗണ്ടിന് കൊടുത്തേക്കുന്ന പേര്. സോ എന്താണ് അങ്ങനെ കൊടുക്കാനുള്ള റീസൺ? അതിൻ്റെ പുതിയൊരു ബ്രാൻഡ് ഞാൻ ഇറക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ ആ പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ ഞാൻ ID മിന്നൽ പോലെ പേര് നഷ്ടപ്പെടാതിരിക്കാനായിട്ട്. അതെ അതെ, അത് ഞാൻ പുതിയൊരു നമ്മളൊരു ബാർ കൺസെപ്റ്റ് UAE സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാറിൻ്റെ പേര് അങ്ങനെയാണ് സ്റ്റാർട്ട്. അത് ആക്ച്വലി ആ അക്കൗണ്ടിൻ്റെ പേര് മല്ലു JD ബാർ എന്നായിരുന്നു. നമ്മൾ പിന്നെ ഒരുപാട് ഡിസ്കഷന് ശേഷം ഇതുവരെ ഇല്ലാത്തൊരു പേര് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പുതിയ കൺസെപ്റ്റിൽ പുതിയൊരു എന്തായാലും അത് 2027 തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. 27 മുമ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഫ്രണ്ട്സുമായിട്ട് ചേർന്നിട്ട് UAE ബാർ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആ പേര് അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ പേര് നഷ്ടപ്പെടും നമുക്ക്. പിന്നെ ഞാൻ അങ്ങനെ ഒരു ID ഇൻസ്റ്റേ കിട്ടില്ല. ഞാൻ നോക്കിയപ്പം അങ്ങനെ ഒരു ID ഇല്ല വേറെ ആർക്കും. കാരണം അങ്ങനെ അതങ്ങ് എടുത്താണ്. അത് വളരെ ക്യാച്ച് ആയിട്ട് മാറുകയും ചെയ്തു അല്ലേ എല്ലാവരുടെ ഇടയിൽ. അതെ അതെ അതെ. അപ്പോൾ അതിന് കുറേ മീനിങ്സ് ഉണ്ട് ഷുഗർ ഡാഡി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഉദ്ദേശം നമ്മൾ ആ പേരിൽ ഒരു പുതിയ യൂണിക്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു റെസ്റ്റോ ബാർ UAE കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അവിടെ സെർവ് ചെയ്യുന്നവരെല്ലാവരും ഒരു എന്താണ് ഒരു 60+ ഏജിലുള്ള ആൾക്കാർ, അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. കുറേ സോൾട്ട് ആൻഡ് പെപ്പർ ആൾക്കാർ, അങ്ങനെ ഒരു കൗബോയ് സ്റ്റൈൽ, അതൊക്കെയാണ് നമ്മളിപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു സ്റ്റൈലിലുള്ള സാധാരണ UAE പല ബാറുകളിലും പെൺകുട്ടികളാണ് സെർവ് ചെയ്യുന്നത് 90%. അപ്പോൾ നമ്മളത് ഈ ബാറിൻ്റെ അകത്ത് സെർവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം അങ്ങനെ ഒരു സീനിയർ സിറ്റിസൺ ലെവലുള്ള ആൾക്കാരായി. അങ്ങനെ ഒരു ബാർ നമ്മൾ തുടങ്ങാൻ. എന്തൊക്കെയാണ് വേറെ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ ഇപ്പോൾ ലിക്കറിൽ ആണ് ഞാനിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കിഷ്ടമുള്ളൊരു മേഖല ഇതായതുകൊണ്ട് നമ്മൾ പുതിയ കുറച്ച് ബ്രാൻഡുകൾ കൊണ്ടുവരുന്നു. പിന്നെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മളെ FMFL എന്ന് പറഞ്ഞാൽ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ കുറച്ചും കൂടെ ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ജാക്ക് ഡാനിയൽസ് നമ്മൾ അമേരിക്കയിൽ മേടിക്കാനായിട്ട് 1000 രൂപ 2000 രൂപയ്ക്ക് താഴെ ആവുള്ളൂ, 1000 സംതിങ്. പക്ഷെ അതിവിടെ ഇന്ത്യയിൽ വരുമ്പോൾ 6000 രൂപയോളം വരും, 5000 സംതിങ് വരും, ഓൾമോസ്റ്റ് 6000 ആവും. അപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മൾ ഈ ഒരു ആ ഒരു റേഞ്ചിൽ പ്രൈസിൽ കിട്ടുന്ന രീതിയിലുള്ളൊരു ലിക്കർ കേരളത്തിലും കൂടെ FMFL ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വരുമ്പം നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഹെവി ഡ്യൂട്ടി 200% 208 എന്നാണ് എൻ്റെ വിശ്വാസം. 208 210 ആണ്. അത്രയും ശതമാനം ടാക്സാണ് സർക്കാർ നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത്. അപ്പോൾ അത്രയും ടാക്സ് നമ്മളിൽ നിന്ന് മാത്രമല്ല ഈ ജനങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നത്. അപ്പോൾ അത്രയും ടാക്സ് അവർ മേടിക്കുമ്പോഴാണ് ഇത്രയും കൂടുതൽ പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും വില അതിൽ കുറയണമെങ്കിൽ അത്രയും കുറച്ച് നമ്മൾ പ്രൈസ് കൊടുക്കണം, എങ്കിലേ ടാക്സും കൂടെ പോയിട്ട് ആൾക്കാർക്ക് അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഷുഗർ ഡാഡി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റെസ്റ്റോ ബാർ നമ്മൾ UAE നമ്മൾ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2027 ഇച്ചിരി വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ദുബായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി എല്ലാ എമിറേറ്റ്സിലും ഷാർജ ഒഴിച്ച് ബാക്കി ഉള്ള എമിറേറ്റ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാൻ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെല്ലാവരുമായിട്ട് ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ചേട്ടാ, എന്തായാലും മുകേഷ് ചേട്ടനായിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായി വീണ്ടും കാണാം. അതുവരെ ബൈ.